UAE-യിൽ കനത്ത മഴയാണ്. ദുബായ്, ഷാർജ, അബുദാബി, അജ്മാൻ എന്നിവിടങ്ങളിൽ നിരവധി കടകളിൽ വെള്ളം കയറി. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നുമുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. സുരേഷ്, ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ എന്ന് തോന്നുന്നു. ഈ നിരവധി കടകളിലൊക്കെ വെള്ളം കയറി, വിമാന സർവീസുകൾ റദ്ദാക്കി, അത്തരത്തിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. സാധാരണ നമ്മൾ പറയാറുള്ളത് മരുഭൂമി എന്നാണ്. ഇപ്പോൾ UAE-യുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നോക്കിയാൽ ആ മരുഭൂമി ഒരു മഴഭൂമിയായി മാറിയിട്ടുള്ള അവസ്ഥയാണ്. എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്നത് ദുബായിലെ കിസൈസ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള മെട്രോ പാലം നമുക്ക് അവിടെ കാണാൻ കഴിയും. മെട്രോയിലേക്ക് പോകുന്ന ഒരു റോഡാണ് ഇത്. ഈ റോഡ് പോലും ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല, ഇതിന്റെ വലതുവശത്ത് നമുക്ക് ആ സ്കൂളിന്റെ മതിലൊക്കെ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇത് ദുബായ് കിസൈസിലെ മാത്രം കാഴ്ചയല്ല. ദുബായ് അൽനഹദ 2-ലടക്കം നിരവധി ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അൽബർഷ അടക്കമുള്ള മേഖലകളിൽ വെള്ളം കയറിയത്. വ്യവസായശാലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിൽ, ഫ്ളാറ്റുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതുപോലെയാണ് എല്ലായിടത്തെയും സാഹചര്യം എന്ന് പറയുന്നത്. ഷാർജയിൽ നിരവധി വ്യവസായ മേഖലകളിലൊക്കെ വെള്ളം കയറിയിട്ടുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇന്ന് സർക്കാർ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ പൊതുമേഖലാ ജീവനക്കാർക്കും സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ഒക്കെ വർക്ക് ഫ്രം ഹോമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആളുകൾ പുറത്തിറങ്ങരുത്, അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. വിദ്യാലയങ്ങൾക്ക് അവധി തുടങ്ങിയത് കൊണ്ട് അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. ക്രിസ്മസിന്റെ അവധിയൊക്കെ തുടങ്ങിയത് കൊണ്ട് അത് വലിയ ആശ്വാസമാണ്. അതേസമയം വിമാന സർവീസുകളെയും കാര്യമായി മഴ ബാധിച്ചിട്ടുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകളെ കാര്യമായി ബാധിച്ചു. സുരേഷ്, നമ്മുടെ നാട്ടിലേക്ക് അവധിക്കായിട്ട് വരുന്നവരുടെയൊക്കെ കാര്യം അവതാളത്തിലാവുമോ? കാരണം 12 എമിറേറ്റ്സ് എയർലൈൻസിന്റെ 12 വിമാന സർവീസുകൾ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, എയർ ഇന്ത്യ അടക്കമുള്ള വിമാന സർവീസുകളെല്ലാം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന യാത്രക്കാരെ കാര്യമായി ബാധിച്ചതായി റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. ഈ 12 സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത് മസ്കറ്റ്, ബഹ്റൈൻ, കൊളംബോ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കുള്ള സർവീസുകളാണ്. കേരളത്തിലെ സർവീസുകളെ ബാധിച്ചതായി എമിറേറ്റ്സിന്റെ അറിയിപ്പിൽ വരുന്നില്ല. അതേസമയം ഫ്ലൈ ദുബായ്, എയർ ഇന്ത്യ, ഇൻഡിഗോ സർവീസുകളുടെ വിവരങ്ങളൊക്കെ ഇനി വരാനുണ്ട്. മറ്റൊരു കാര്യം, അനാവശ്യമായി വെള്ളക്കെട്ടുകളിലേക്ക് ഒന്നും പോകരുതെന്ന് പോലീസ് പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ട്. ദുബായിൽ പോലീസിന്റെ 22 സംഘത്തെയാണ് ഇറക്കിയിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെയായി. അതോടൊപ്പം മഴ ഇനിയും, ഇപ്പോൾ അല്പം മഴയ്ക്കൊരു കുറവുണ്ടെങ്കിലും ആകാശം മുഴുവനായിട്ട് മൂടിക്കെട്ടി നിൽക്കുകയാണ്. വീണ്ടും വിടുത്ത സമയം ഒരു 11 മണിയോടുകൂടിയൊക്കെ മഴ വീണ്ടും ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അലൈൻ മേഖലകളിലും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലുമായിരിക്കും ഇന്ന് മഴ കൂടുതൽ ശക്തമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ശരി സുരേഷ്.